നമ്മളപ്പോ ജബലക്തറിലേക്ക് പോവാണ്. എന്താടാ മുറിഞ്ഞ കൈ 3 ജബലക്തർ എന്ന് പറഞ്ഞാല് ജബൽ എന്ന് പറഞ്ഞാല് മലയും. നമ്മളപ്പോ ജബലക്തറിലേക്ക് പോവാണ്. ജബലക്തർ ഒരു ഒമാനിൽ തന്നെ എല്ലാ ടൂറിസ്റ്റുകളും ബാക്കി രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ജബലക്തർ. നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ പറ്റില്ല. നമുക്ക് ആദ്യം നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് ദൂരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് 4x4 വണ്ടി ഉണ്ട്, അതിൽ കയറാം. അപ്പോൾ വാ കയറി. ചില സമയങ്ങളിൽ ജബലക്തറിൽ -डिग्री വരെ ടെമ്പറേച്ചർ താഴാറുണ്ട്. അവിടുന്നാണ് നമ്മളെ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റ്. അവിടേക്ക് പോവാം. അവിടെ പോയിട്ട് അവിടെ വേറെ വണ്ടിയിൽ നമുക്ക് ജബലക്തർ പോവാം. ജബലക്തറിൽ ഫേമസ് ആയിട്ടുള്ള അവിടെ അനാറുണ്ട്. അനാർ കൃഷി അവിടെ ഭയങ്കര ഫേമസ് ആണ്. അനാറും മാത്രമല്ല പല കൃഷികളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അനാറിൻ്റെ കൃഷിയാണ്. കാണുന്ന മൊത്തം ഒലീവ് മരങ്ങളാണ്. ഇപ്പോൾ ഞാനും റൗഫിക്കും തമ്മിൽ മത്സരം നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ വ്യൂസ് ആർക്കാ കിട്ടുന്നില്ല മത്സരം യൂട്യൂബിൽ. ഇത് ഒലീവിൻ്റെ മരം. ഇത് ബെറി എവിടെ അതിന്? ഇതാ ബെറീസാണിത്. ഓ വാവ്, ഇത് മരമൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അങ്ങനെ പഠിക്കോ കുറച്ച് കഴിഞ്ഞെങ്കിൽ. രണ്ടുപേരും ഇവിടുന്ന് മോഷ്ടിക്കുന്നുണ്ട്. നോട്ടെ എന്താടാ മുറിഞ്ഞ കൈ? അതൊന്നും ഉണങ്ങിപ്പോയതായിരിക്കും. എത്ര റേറ്റ് ഉണ്ടല്ലോ ഇതിന്? ഇതൊക്കെ ഒലീവ്സിന്റെ ആണ്. ഇതിന്റെ അകത്ത് കയറാൻ പറ്റില്ല, ഇവിടെ ക്ലോസ്ഡ് ആണ്. ഞാൻ എന്താന്ന് അറിയാൻ വേണ്ടി എടുത്താണ്. ബെറി ആണോ? ഇത് പൊഴുത്താണ്. നോക്കി രാജ്യങ്ങളിൽ ഈ വേനലിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് തണുത്ത കാലാവസ്ഥയായിട്ട് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുകയാണ് നമ്മൾ ജബലക്തർ. പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടവും പച്ചപ്പും എല്ലാമായി സ്വദേശികളും പ്രവാസികളും അവർ ഒഴിവു സമയമൊക്കെ ചെലവഴിക്കാനായിട്ട് ജബലക്തറിലേക്ക് വരികയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി മുകളിലായിട്ടാണ് നമ്മൾ ജബലക്തർ സ്ഥിതി ചെയ്യുന്നത്. വേറെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏത് സമയത്തും ഇവിടെ തണുപ്പായിരിക്കും. ചില സമയങ്ങളിൽ -डिग्री വരെ തണുപ്പ് പോകാറുണ്ട്. താഴെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടുന്ന് നമ്മുടെ വണ്ടീൻ്റെ കാര്യക്ഷമത ചെക്ക് ചെയ്തിട്ട് മാത്രമേ മുകളിലേക്ക് കയറ്റി വിടൂ. മുകളിലായിട്ട് ആർമി ക്യാമ്പും പോലീസ് ക്യാമ്പുകളൊക്കെ ഉണ്ട്. ആർമിക്കുള്ള പ്രാക്ടീസാണ്. ഇത് ജബലക്തറിലെ അനാറിൻ്റെ തോട്ടാണ്. പക്ഷെ അനാറൊക്കെ പച്ച കളറാണ്. ഈ വെള്ള ഷർട്ട് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. യൂട്യൂബർ എഴുതുന്നുണ്ട് 7K ഫോളോവേഴ്സ് ഇല്ല. 6 ഫോളോവേഴ്സ് ഇല്ല യൂട്യൂബർ. 1 ഫോളോവേഴ്സ് ഇത് മൊത്തം അനാർ തോട്ടങ്ങളാണ്. ഇത് കിലോമീറ്ററോളം പരന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അനാറുകളൊന്നും ആയിട്ടില്ല, ഇപ്പോഴും പച്ചയാണ്. ഇത് പഴുക്കണമെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നൊരു 1 മാസം 2 മാസം കൊണ്ട് റെഡി ആവുമായിരിക്കും. സൈസൊക്കെ ഓക്കെയാണ്, പക്ഷെ പഴുത്തിട്ടില്ല. അനാറിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വഴികളാണ് ഇതൊക്കെ. ഇതിലൂടെ ഇങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ട് വെള്ളം. ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ പണിയെടുക്കുന്നുണ്ട്.
ഇത് ആപ്രിക്കോട്ടിന്റെ മരമാണ് കേസ്. രണ്ട് യൂട്യൂബർ തമ്മിൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഏതാ ഫിഗ? അപ്പൊ ഇതെന്താ? ഇത് ആപ്രിക്കോട്ടാണ്. ഇത് ആപ്രിക്കോട്ടിന്റെ മരമാണ്. ഇനി നമ്മള് ഫിഗ് കാണിച്ചു തരാം. ഇത് ഫിഗിന്റെ മരമാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അനാറായാലും ആപ്രിക്കോട്ടായാലും ഫിഗ് ആയാലും ഒന്നും റെഡി ആയിട്ടില്ല. ജബൽ അക്തർ എന്ന് പറഞ്ഞാല്, ജബൽ എന്ന് പറഞ്ഞാല് മലയും, അക്തർ എന്ന് പറഞ്ഞാല് സെക്യൂരിറ്റി അക്തറുമാണ്. അക്തർ എന്ന് പറഞ്ഞാല് പച്ചപ്പാണ്. അപ്പോൾ പച്ചപ്പോട് കൂടിയ ഒരു മല, അതാണ് ജബൽ അക്തർ. ഇതുണ്ടോ അനാറുണ്ടോ? അനാറ് സൈസൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിപ്പോഴും പച്ച കളറാണ്. ഇതിനി മഞ്ഞയാവും, ഇനി ചുവപ്പാവും. അതിൻ്റെ അകത്ത് ചുവപ്പായിരിക്കും ഇപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് ടേസ്റ്റ് ഒരു മഞ്ഞ ടേസ്റ്റ് ആയിരിക്കില്ല. ഈ മല മൊത്തം കാണിച്ചു കൊടുത്താൽ മൊത്തം കാണുന്നില്ല അല്ലേ? ഈ മല മൊത്തം അനാറും വെച്ച് കൂടുതലുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ആപ്രിക്കോട്ട് ഉണ്ട്, ഫിഗ് ഉണ്ട്, ഫിഗിൻ്റെ മരമുണ്ട്, ചെറിയ സ്മോൾ ടൊമാറ്റോ ഉണ്ട്. ആ ടൊമാറ്റോൻ്റെ മരങ്ങളുണ്ട്. تعال 1 2 3 അയ്യോ എവിടെയൊക്കെ ചാടുന്ന ചർച്ചയാണ്. Singapore 1 2 3 4 5 6 7 അടുത്തത് അക്ഷയ്. ഒരു ചൂടില്ല കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇവിടെയൊക്കെ വീട് വെച്ച് കഴിഞ്ഞെങ്കിൽ നല്ല സുഖമാണ്. AC വേണ്ട ഇവിടെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി. ഇങ്ങോട്ടേ പോകുന്നത് വഴി അറിയുന്ന നടക്കുകയാണ്. മുമ്പിൽ നടക്കുന്നുണ്ട് ആള്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. പക്ഷെ നടത്തം കണ്ടു കഴിഞ്ഞെങ്കിൽ കുറേ പ്രാവശ്യം വന്ന പോലെയാണ്. ഹലോ, ഇത് അവിടെ ഒരു വീടുണ്ടോ? ആ വീട്ടിൽ AC ഒന്നും വേണ്ട അല്ലേ? നോക്കി AC ഉണ്ടോ? നോക്കിയേ ആ വീട്ടിൽ AC. കറണ്ടിൻ്റെ പൈസയൊക്കെ ലാഭമായിരിക്കും. ഈ കാണുന്ന അനാറ് തോട്ടത്തിലേക്ക് മൊത്തം വെള്ളം പോകുന്നത് ഇവിടുന്നാണ്. നമ്മളെ നാട്ടിൽ നെൽകൃഷി ചെയ്യുമ്പോൾ തണ്ട് കെട്ടിയിട്ട് വെള്ളം തിരിച്ചു വിടാറില്ലേ? അതുപോലെ ഇവിടെ സിമെൻറ്റും കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് വെള്ളത്തിന് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. ആവശ്യം വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യും. വെള്ളം ഇതുവരെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ സ്ഥലമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. ഇവിടുത്തെ പാറകളെ പ്രത്യേകത ഉണ്ടോ? ലെയർ ലെയറായിട്ട് ഉറപ്പുണ്ട്. ഇനി